പായസം ഇല്ലാണ്ട് എന്തോണം അല്ലേ, പ്രത്യേകിച്ച് പാൽ പായസം. അത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പായസം തന്നെയാണല്ലേ. ഓണി കൂടെ ഉണ്ടെങ്കിൽ പാൽ പായസം മസ്റ്റാണ്. അപ്പൊ ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പാൽ പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം പാല് കുറുക്കിയെടുക്കാം. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പീറ്റലിന്റെ ഒരു കുക്ക്വെയർ ആണ്. വൺ ഓഫ് ദ നമ്പർ 1 ഹൗസ് ഹോൾഡ് ബ്രാൻഡ് ആണ്. മാത്രമല്ല യുനെസ്കോ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് കൂടിയാണ്. ഒരു എസ്തെറ്റിക് ലുക്ക് ആണെങ്കിലും കുക്ക് ചെയ്യാനുള്ള ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിലും ഒക്കെ ഇത് പെർഫെക്റ്റ് ആണ്. ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തെടുക്കാം. ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ടൈമില് നുറുക്കയെ നന്നായിട്ട് വാഷ് ചെയ്ത് ഊറ്റിയെടുത്ത് പാലും വെള്ളവും ചേർത്ത് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ പാല് നല്ല കുറുകി കഴിഞ്ഞാൽ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരിക. കുറുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഒന്ന് തിളയ്ക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരല്പം നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഓപ്ഷനിലാണ്. ഇനി 2-3 മിനിറ്റ് കൂടി നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാൽ പായസം റെഡി ആയിട്ടുണ്ട്. ഒരല്പം കൂടെ കുറുകി കഴിഞ്ഞാൽ ഇലയിൽ കഴിക്കാൻ പെർഫെക്റ്റ് ആണ്. അതിന് എല്ലാവരും ബോഡിയുടെ കൂടെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ എടുക്കാവേ.